യെസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ സർക്കിറ്റ് നിന്നും ഞാൻ ഷംസാദാണ്. ഇന്ന് നിങ്ങളൊക്കെ തംബ്നെയിലിൽ കണ്ടതുപോലെ എങ്ങനെ നമുക്ക് ജെ മൗണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ സ്ക്രൂ ഒന്നും കൂടാണ്ട് നമ്മുടെ ഹെൽമെറ്റിൽ ഫോൺ ഗോപ്രോ ഒക്കെ യൂസ് ചെയ്യണ പോലെ എങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ മോട്ടോ വ്ളോഗിങ് നടത്താനോ അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ എങ്ങനെ അത് ഫോൺ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന് ഒരു രൂപ പോലും ചെലവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന ആ സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ഇപ്പൊ ഈസി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. എനിക്കൊരു അറൌണ്ട് 250 റുപ്പീസ് എങ്ങാണ്ടാണ് അതിന് വന്നിട്ടുള്ളൂ. അപ്പൊ അത് യൂസ്ലെസ് ആയിട്ട് ഈ സമയത്ത് ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരുപാട് യൂട്യൂബിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് വീഡിയോസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഫോൺ എങ്ങനെ ഗോപ്രോ പോലെ ഹെൽമെറ്റിലും ഉണ്ട് ഒരുപാട് വീഡിയോസ് കിട്ടി എനിക്ക്. പക്ഷെ അതിലൊക്കെ ജമൗണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ സ്ക്രൂ കാര്യങ്ങൾ ഒക്കെ അതിന് വേണം. പക്ഷെ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് എനിക്ക് യൂസ്ലെസ് ആയിട്ടിരുന്ന ഒരു സംഭവം ഒരു പക്ഷേ ഒക്കെ വീട്ടിലുണ്ടായേക്കാം. ഒരുവിധം ബൈക്ക് റൈഡേഴ്സിന്റെ ഒക്കെ കയ്യിൽ ചിലപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മള് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. യെസ്, അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ഫോൺ ഇതുപോലെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാന്നുള്ളതിന്റെ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, ഇതാണ്ട് ഹെൽമെറ്റിൽ ഞാനൊരു എലാസ്റ്റിക്കിന്റെ സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ആക്കിയിരിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അലാസ്റ്റിക്കിന്റെ സ്ട്രാപ്പ് എവിടെ നിന്ന് കിട്ടും, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപ്പോൾ നമുക്ക് ഏകദേശം പിടി കിട്ടിക്കാണും. നമ്മുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ പഴയ ഇതുപോലത്തെ ഗ്ലൗ കാണും. എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരുവിധം ആൾക്കാരുടെ ഒക്കെ കയ്യിൽ ഇത് കാണും. അതാ ഞാൻ പറഞ്ഞ ഒരുവിധം ബൈക്ക് റൈഡേഴ്സിന്റെ കയ്യിലൊക്കെ ചിലപ്പോൾ യൂസ്ലെസ് ആയിട്ട് കിടക്കുന്ന പഴയ ഗ്ലൗ വല്ലതും കാണും. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രോങ്ങിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ഫോണിന്റെ മൗണ്ടിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെയ്ക്ക് ഇല്ലാണ്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണ ഈ ഒരു സ്ട്രാപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും അതിന്റെ ഒരു ക്വാളിറ്റി. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് സംഭവം. ഇപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഇനിയിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രിപ്പോ അല്ലെങ്കിൽ വല്ല ട്രാവലോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരാളെപ്പോ പിന്നാലെ എഴുതിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സാധാരണ ഞാൻ ബാക്കിൽ ഒരാളെ ബൈക്കിൽ നമ്മളെ ട്രാവലോഗ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബാക്കിൽ ഒരാളെ ഇരുത്തിയിട്ട് ജസ്റ്റ് ബാക്കിൽ കൂടെ ഫോൺ ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മളെ ഇപ്പുറത്തോടെ കൈ ഇങ്ങനെ കൊണ്ടുപിടിച്ചിട്ട് ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ റൈഡ് ചെയ്യും അല്ലെങ്കിൽ അവർ റൈഡ് ചെയ്യണം. ഞാൻ ബാക്കിൽ നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും കുറഞ്ഞ ഭാഗങ്ങളൊക്കെ. അപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ് ക്യാമറ, ഏതാണ് ഗോപ്രോ വല്ലതും ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ. കാരണം മാത്രമല്ല ഞാനിത് മുന്നേ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഈ സംഭവം ഇവിടെ ഇങ്ങനെ കണ്ട് പിന്നെ യൂട്യൂബിൽ ഞാനിങ്ങനെ കുറെ നോക്കി എങ്ങനെ മൗണ്ട് ചെയ്യാം. അപ്പോൾ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സാഹചര്യമില്ല, കടകളൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ളത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് ഈ സാധനത്തിന് ഇവിടെ കണ്ടു കഴിഞ്ഞ്. അപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു സ്ട്രാപ്പ് മാത്രമേ, ഈ ഒരു അലാസ്റ്റിന്റെ സ്ട്രാപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്ക് കണ്ടോ ഈ സൈഡ് ഇങ്ങനെ പ്രസ്സിങ് ആണ്, ഒരു ടൈപ്പ് പ്രസ്സിങ് ആണ്. ഗ്ലൗ ഉള്ളവർക്ക് അറിയാം ഇതൊരു ടൈപ്പ് പ്രസ്സിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോ കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്പോർട്സ് ഷോപ്പിലോ അല്ലെങ്കിൽ ബൈക്കിന്റെ ആക്സറീസ് കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 250 അല്ലെങ്കിൽ ഒരു 300-നൊക്കെ നല്ല ക്വാളിറ്റി മീൻസ് ഗ്ലൗവിന്റെ ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്, ഈ സ്ട്രാപ്പ് നമ്മളെ യൂസിങ് അതാണല്ലോ, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. ഇതിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാസ്റ്റിംഗ് ഉള്ള ടൈപ്പ് നോക്കി നമുക്ക് കിട്ടും. അപ്പൊ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ എന്തെന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു നമുക്ക് വേണ്ട ഒരു പോർഷന് ലാസ്റ്റിക്കിന്റെ എൻഡിങ് ഉണ്ടല്ലോ, ഒരു പ്രസ്സിങ്ങിന്റെ എൻഡിങ് അവിടെ വെച്ച് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ജസ്റ്റ് ഇത് ഞാനിപ്പോ അയച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത്. കണ്ടോ ഉള്ളില് കണ്ടില്ലേ ആ ഒരു പ്രസ്സിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഈ ഒരു സ്ട്രാപ്പ് മാത്രം മതി നമുക്ക് നമ്മുടെ ഫോൺ ഇതില് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ സ്ട്രോങ് ആണ്, സംഗതി സ്ട്രോങ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ യൂസ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഹാൻഡ് സ്ലീവ് ആണ്. നമ്മളിപ്പോ വണ്ടിയിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കളിക്കാൻ പോണ സമയത്ത് നമ്മളെ സ്ലീവ് കണ്ടില്ലേ, ഇതുപോലെ ഹാൻഡ് സ്ലീവ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ കിട്ടുന്നതൊക്കെ കുറച്ച് ഗ്ലോസി ഫിനിഷിംഗുള്ള സംഭവമാണ്. ഇത് നിങ്ങളടുത്ത് ഹാൻഡ് സ്ലീവ് ഇനിയിപ്പോ ഇതിനായിട്ട് വാങ്ങിക്കണമെന്നില്ല. അപ്പൊ ഇതിന്റെ ആവശ്യം എന്തല്ല, വീട്ടിൽ വല്ല സോക്സോ അല്ലെങ്കിൽ വല്ല കർച്ചീഫ്, തോർത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഗ്രിപ്പ് വേണം. മീൻസ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോൺ ഇപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്ലിപ്പായി പോവാനുള്ള ചാൻസും കൂടുതലാണ്. മാത്രമല്ല ഗ്രിപ്പ് ഇല്ല. മാത്രമല്ല ഡിസ്പ്ലേ ഒക്കെ ചിലപ്പോൾ സ്ക്രാച്ച് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വല്ല കർച്ചീഫോ
അല്ലെങ്കിൽ ഗ്രിപ്പ് കൂടുതലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ ആ ഫ്രണ്ടിൽ നമുക്ക് ആ ഫോണിൻ്റെ ഫ്രെയിം വരേണ്ട ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതെ ഈ ഒരു ഗ്ലാസ് ചെന്നിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് ഒന്നും വീകാണ്ടിരിക്കാനും പിന്നെ കുറച്ച് ഗ്രിപ്പിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഇത് അങ്ങോട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക. ഇത് ജസ്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ ആ ഒരു എൻഡിങ്ങിൽ, ഈ ഒരു എൻഡിങ്ങോ അല്ലെങ്കിൽ അപ്പുറത്ത് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഉള്ളിലോട്ടാക്കി വെക്കുക. കാരണം പുറത്തേക്ക് ഇതിന്റെ ഈ ഒരു സ്ട്രാപ്പിന്റെ ഓപ്പണിംഗ് ഭാഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇത് എൻഡ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഹെൽമെറ്റ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ കൈ തട്ടാനുള്ള സാധനം. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഗ്രിപ്പ് ഇതിൽ നിന്ന് പോരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഉള്ളിലേക്ക് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് വലിച്ചിട്ട് ആ എൻഡിങ്ങിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുന്നത് കണ്ടോ. അപ്പോൾ ഹെൽമെറ്റിന്റെ ഫ്രണ്ട് സൈഡ് ഏകദേശം ഇതുപോലെ അങ്ങ് കിട്ടും. സിമ്പിളാണ്. അപ്പോൾ ഇതാ പറഞ്ഞ് നമുക്ക് വേറെ ജാമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫോൺ നമ്മൾ എങ്ങനെയാണോ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫ്രെയിമിങ് അത് നമുക്ക്, അല്ലെങ്കിൽ ഇതേപോലെ എന്നിട്ട് എന്ത് ചെയ്യാം, എലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഫോൺ ജസ്റ്റ് ഇത്ര വെച്ചാൽ മതി. കണ്ടില്ലേ, അത്യാവശ്യം ഷെയ്ക്കുന്നൊക്കെ നമ്മളെ ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വീഴാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ആ ഉള്ളിൽ ആ ഒരു ക്ലോത്ത് വെച്ചോണ്ടാണ് കേട്ടോ അത്രയും ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്രിപ്പ് കാണുന്നതിന്. ഇത് കണ്ടില്ലേ, ഇത്രയും ഷെയ്ക്ക് ആക്കിയിട്ടും നമ്മളെ ഫോൺ താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ പോയത് കാര്യമാക്കണം, പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു യൂസ്ഫുൾ ആണ്. ഈ ഒരു ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധ്യത കുറവാണ് താഴെ പോകാനുള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇത് ജസ്റ്റ് ഡെമോ ആണ്. ഈ ഫോൺ ഷൂട്ട് ചെയ്യാൻ പറ്റൂല എനിക്ക് ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ പറയാൻ നേരത്ത് ഫോണിന്, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന് സ്റ്റെബിലൈസേഷൻ ഓൾറെഡി ഫോണിൽ വരുന്ന ഫോൺസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ആ ഒരു വിഷ്വൽസിന് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്കിംഗ് ഒക്കെ കൂടുതൽ ഒഴിവാക്കി കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ആ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫോണിൽ അതുള്ളതുകൊണ്ട് നമ്മൾ അത് ഇതിലേക്ക് റീപ്ലേസ് ചെയ്ത് മൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട് വണ്ടിയിൽ ഓടിക്കുമ്പോൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ബൈക്കിൽ കയറിയിട്ട് പോണ ആ ഒരു വീഡിയോയും കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയുള്ള സംഭവങ്ങൾ നമുക്ക് വേണ്ട സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൗസ് മാത്രം. ആ ഗ്ലൗസിന്റെ ഒരു എലാസ്റ്റിക്കിന്റെ ഇത്രയും ഭാഗം നമ്മൾ ഈ ഒരു എൻഡിങ്ങിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാപ്പാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടെ ഉള്ളിലൊരു ക്ലോത്തും. ഈ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗോപ്രോ പോലെ നമ്മുടെ ഫോണും വെച്ചിട്ട് ആക്ഷൻ ക്യാം പോലെയൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് നമുക്ക് മൗണ്ട് ചെയ്തിട്ട് ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വിഷ്വൽസ് എന്നുള്ളതും കൂടി നോക്കിയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മളെ ഫോൺ ഇപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് ഹെൽമെറ്റ് എടുത്ത് ഇതാണ്ട് തലയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ തല ലൂസാകണ കാരണം ഫോണും കൂടെ നമ്മൾ ആക്ഷൻ ക്യാമിൻ്റെ ഒന്നും പോലെ അല്ലല്ലോ. അപ്പോൾ വെയിറ്റ് കാരണം ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് കുറച്ചൊന്ന് തള്ളി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലിപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എൻ്റെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വല്ല നിങ്ങളുടെ കയ്യിലുള്ള കർച്ചീഫോ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഹെൽമെറ്റ് ഷെയ്ക്ക് ആവരുത് ഓൾറെഡി. ഇപ്പോൾ കണ്ടോ ഫിക്സിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഒരു വയലൂടെ വണ്ടി എടുത്ത് പോകുന്നു. എന്നിട്ട് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. വണ്ടിയൊക്കെ കണ്ടില്ലേ, ഒരേ ഇരിപ്പാണ് ലോക്ക്ഡൗൺ അതിനെ. അയ്യോ, മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിയായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ടാവുമോ എന്തോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കട്ടെ കേട്ടോ. ചതിക്കാറില്ല. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിററൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എണ്ണ ഓഫിലാവും, അപ്പോൾ അതൊന്ന് ഓണാക്കട്ടെ കേട്ടോ. നമുക്ക് വണ്ടി ഒന്ന് എടുത്തിട്ട് പോയി നോക്കാം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കണം. പോയിട്ട് വരാം. വണ്ടി ഒന്ന് നമ്മൾ റോഡ് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഫോണിൻ്റെ മൈക്കല്ലേ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ടെന്നുള്ളത്
കറക്റ്റ് അറിഞ്ഞൂടെ. കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് സൗണ്ട് കുറവാണ് ബ്രോ എന്ന്. ശരിയാക്കാം എന്ന് ഞാനും, കാരണം മൈക്കൊക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ആവട്ടെ. അപ്പോൾ നമുക്ക് ഉഷാറാക്കാം അടുത്ത വീഡിയോസൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്താ പറയുക, ഫോണിൽ നിന്നുള്ള ഒരു എന്താ പറയുക കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് റോഡ്, നമ്മൾ മെയിൻ റോഡിലേക്ക് ഒന്നും പോകണില്ല. ഇതല്ലേ കോറിയാണ് ഈ സൈഡിൽ കാണുന്നത്. വെസ്റ്റ് റോഡിനൊന്ന് വെറുതെ പോയിട്ടൊന്ന് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വേണമെങ്കിൽ ഈ കോറി കൊണ്ടുവന്നിട്ടൊന്ന് കഴുകിയാൽ മതി. ആകെ ചളിയാണ് വണ്ടി. ഇതുവരെ ഉള്ളൂ കേട്ടോ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാ ഞാനൊന്ന് പോയിക്കോട്ടെ. ആരത് വണ്ടി ഓട്ടി പഠിക്കുക? പഠിച്ചോ ജി? പഠിച്ചാ? രണ്ടാളും പഠിച്ചാ? ഇപ്പോൾ വരാം കേട്ടോ, ഞാനത് തിരിക്കട്ടെ. ഇപ്പോൾ വരാം. കണ്ടില്ലേ ആളെ കണ്ടില്ലേ, ആളെത്ര ചെറുതാ. ഡ്രൈവിങ് പഠിക്കുക. അച്ഛൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. വേറെ പരിപാടിയൊന്നുമില്ല, ആരും ഇങ്ങോട്ടൊന്നും പോകണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പരിസരത്തെ ആൾക്കാരിൻ്റെ വണ്ടി അല്ലാണ്ട് വേറെ വരാനുമില്ല. ഇവിടെ ഈ ഒരു ചെറിയ റോഡ് എൻഡിങ് ആണ്. പഠിക്കട്ടെ പിള്ളേർ, പഠിക്കട്ടെ, വണ്ടി ഭ്രാന്തന്മാരാവട്ടെ എന്നിട്ട് എല്ലാവരും പഠിക്കേ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫോണിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അതാണ് ഞാൻ അത്രയും വണ്ടിയുടെ ആക്സിലറേഷൻ കുറച്ചിട്ട് സംസാരിക്കാൻ കാരണം. ഇതിൽ ഈ ഒരു കോറിയിൽ മീൻ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. വലയൊക്കെ ഇട്ടിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെയൊക്കെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫോണിൽ നിന്നുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയുള്ളൂ. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാം. വേറെ ലെവലില്ലേ. വീട്ടിലോട്ടുള്ള വഴി കേട്ടോ. നമ്മൾ മെയിൻ റോഡൊന്നും കയറിയിട്ടില്ല, ജസ്റ്റ് ഈ ഒരു വട്ടത്തിൽ ചുറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ഇതേപോലെ ഫോണിൽ, അല്ലെങ്കിൽ ഫോൺ നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ ഇനിയിപ്പോൾ മോട്ടോവ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ ഇതേപോലെ ജസ്റ്റ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതേപോലെ ആക്ഷൻ ക്യാമറ നല്ല ബെറ്റർ ആയിട്ട് വാങ്ങാൻ ചിലപ്പോൾ കാശില്ലാത്തവരും, അല്ലെങ്കിൽ കയ്യിൽ ചിലപ്പോൾ നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ഫോണുള്ളവർ ഇങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള നിലക്കാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.